കുറിച്ചാണ് ഉദ്ഘാടകൻ ചൂണ്ടിക്കാണിച്ചത്. അതേ, അത് അവിടുത്തെ വലിയ പ്രത്യേകതയാണ്. അവിടുത്തെ പേരിൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ 10 ഗുണം ചുരുങ്ങിയത് കിട്ടുകയാണ്. നിങ്ങളിൽ ഞാനുമായി ഏറ്റവും അടുപ്പമുള്ളവൻ ഏറ്റവും കൂടുതൽ സ്വലാത്ത് ചൊല്ലിയവനാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. ഓ സുഹൃത്തുക്കളെ, ഒരൊറ്റ സ്വലാത്തിന് 10 ഗുണമാണ്. ഒരു മങ്കൂസ് മുരുന്നതും എത്ര സ്വലാത്ത് ചെയ്യുന്നത്? الصلاة على النبي والسلام على الرسول سفيع الأبطحي والحبيب العربي. ഇടക്കിടക്ക് ചൊല്ലാണ് ആ സ്വലാത്ത്. അതേ الصلاة على النبي كل وقت دائما لاح نجم في السماء سيدي خير النبي. വീണ്ടും ചൊല്ലുകയാണ്. അതിന്റെ അപ്പുറത്തെത്തുമ്പോൾ വീണ്ടും സ്വലാത്തും വതസ്ലീമുൻ വഅസ്കാ തഹിയ്യതി അലൽ മുസ്തഫൽ മുഖ്താരി ഖൈറിൽ ബരിയതി സല്ലി റബ്ബൽ ആലമീൻ അലാ സയ്യിദിൽ കൗനൈനി വസ്സുജൂദി യാ റബ്ബി സല്ലി അലൻ നബി മുഹമ്മദി മുൻജിൽ ഖലാഇഖി മിൻ ജഹന്നമ ഫീ ഗദി യാ റബ്ബി സല്ലി അലാ മൻ ഹല്ല ബിൽ ഹറമി ത്വാഹ റസൂലില്ലദീ ഖദ് ഖുസ്സ ബിൽ കറമി മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. എത്ര ആവർത്തിച്ച് എത്ര സ്വലാത്ത് ചൊല്ലും ഒരു മൗലിദ് ഓതി കഴിയുമ്പോൾ. ആകയാൽ ഒരു മൗലിദ് ഓതുന്നവന് പടച്ചവന്റെ അടുക്കൽ കിട്ടുന്ന ഗുണം ഒരു സ്വലാത്തിന് 10 ആണെങ്കിൽ 1000ങ്ങളല്ല, 10,000ങ്ങളല്ല. ഒരു മൗലിദ് ഓതുന്നവന് കിട്ടുന്ന ഗുണം പറഞ്ഞു തീർക്കാൻ കഴിയൂല. ലോകത്ത് ഏറ്റവും ശ്രേഷ്ഠതയുള്ള സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. അതിൽ നിന്നൊരക്ഷരമെങ്കിലും ഓതി ദുആ ചെയ്താൽ ഉത്തരം കിട്ടുമെന്നാണ് ഹദീസിലുള്ളത്. ആ ഫാത്തിഹ സൂറത്ത് സുഹൃത്തുക്കളെ തുടക്കം തന്നെ മൗലിദ് ഓതുമ്പോൾ ഓതിയില്ലേ? ഖുർആനിന്റെ 1/3 തുല്യമാകുന്ന സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ്. അത് 3 ഓതിയില്ലേ? ആകയാൽ അതാ ഒരു ഖത്മോദിയ പ്രതിഫലം 3 കൊല്ലു അല്ലാഹു കൊണ്ട് കിട്ടിയില്ലേ? ഫാത്തിഹ കൊണ്ട് അതിനേക്കാൾ വലുതും കിട്ടിയില്ലേ? പിന്നെയും റബ്ബിൽ ഫലഖും റബ്ബിൻ നാസും തുടക്കത്തിൽ തന്നെ ഓതിയില്ലേ? ആകയാൽ ഒരു മൗലിദ് ഓതുന്ന സമയത്ത് ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ എത്രയാണ്! അതിന്റെ പുറമെ പിന്നെ നബിതങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഗതി ഭക്ഷണം കൊടുക്കൽ. ഭക്ഷണവും കൊടുത്ത് ഒരു മൗലിദിന് എന്തൊക്കെ ഉണ്ടാവുമെന്നാ ഇപ്പൊ പറഞ്ഞേ. ഇത് മോശമാണ് എന്ന് പറയണമെങ്കിൽ ആളെത്ര മോശമാണ്. ഇത്രയും നല്ല ഈ കാര്യങ്ങളൊക്കെ മോശമാണ് എന്നൊക്കെ പറയണമെങ്കിൽ ആളെത്ര മോശമാണെന്ന് ഞാൻ ചോദിക്കുന്നത്. ഇതിലേതാണ് കുഴപ്പമുള്ളത്? അപ്പൊ ചിലർക്ക് ചോദിക്കാനുള്ളത്, ഇതേ കോലത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ജന്മദിനാഘോഷം കൊണ്ടാടാൻ പറഞ്ഞിട്ടുണ്ടോ എന്നാ ചിലരെ ചോദ്യം. മുടക്കും. അല്ലാത്ത ചോദ്യമാണ്. അങ്ങനെ ആരെങ്കിലും പറയോ? അങ്ങനെ ആരെങ്കിലും പറയോ? ഞാൻ പറയപ്പോ നമ്മൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് സ്റ്റേജിലേക്ക് കയറി വരുമ്പോ എല്ലാവരും കൈയടിച്ചു. ഒരുത്തൻ ചോദിക്കാതെ അയാൾ പറഞ്ഞോ നമ്മൾ കൈയടിക്കണോ? അങ്ങനെ പറഞ്ഞിട്ടാ കൈയടിക്കല്? അത് ബഹുമാനവും സ്നേഹം പ്രകടിപ്പിക്കാൻ അനുയായികൾ ചെയ്ത പണിയല്ലേ? അതിനെ സംബന്ധിച്ച് അയാൾ പറഞ്ഞോ എന്ന് ചോദിച്ചാൽ പറഞ്ഞിട്ടൊന്നുമില്ല. പറഞ്ഞിട്ട് അതിൽ ചെയ്യാം. ഇനിയോ ബാപ്പ കയറി വരുന്നത്, അപ്പൊ മകൻ എണീറ്റ് വരുന്നു. അപ്പൊ ബാപ്പ പറഞ്ഞോ എണീറ്റ് നിൽക്കണോന്ന്? ഉസ്താദ് കയറിയുമ്പോൾ ശിഷ്യന്മാർ എഴുന്നേറ്റുന്നു. അപ്പൊ ഉസ്താദ് പറഞ്ഞോ എണീറ്റ് നിൽക്കണോന്ന്? ഇങ്ങനെ പറഞ്ഞിട്ടാ ബഹുമാനവും സ്നേഹവും പ്രകടിപ്പിക്കൽ പറഞ്ഞിട്ടാ. അങ്ങനെയാണോ? ആ കല്യാണം കഴിച്ച ഉടനെ തന്നെയോ പുരയിൽ വന്ന ഉടനെ അവളോട് ഞാൻ വരുമ്പല്ല എണീറ്റിക്കണേ. അങ്ങനെയാണോ ഭാര്യ എണീറ്റിക്കുക? ഭർത്താവിനോട് സ്നേഹം ബഹുമാനാണെങ്കിൽ വരുമണിക്കൂലേ? അത് ആദ്യം തന്നെ പറയണോ? ഞാൻ വരുമണിക്കണമെന്ന് പറയണോ? സുബ്ഹാനല്ലാഹ്. അമ്മോശനും പറയും കല്യാണം കഴിഞ്ഞ് ഇറങ്ങുമ്പോ ഞാൻ കയറി വരുമ്പോൾ പ്രിയാപ്പിള നിങ്ങൾ എണീറ്റിക്കണേ. അങ്ങനെ പറയുമോ? അത് താനേ ചെയ്യുന്നൊരു സംഗതിയല്ലേ? സ്നേഹ ബഹുമാനം പ്രകടിപ്പിക്കൽ പറഞ്ഞിട്ടാ.
ഇനി ഞാൻ നിങ്ങൾക്ക് വേഗം മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞുതരാം. പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ഒരൊറ്റ കുട്ടി മിണ്ടിയില്ലല്ലോ. എന്നാ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് എല്ലാവരും റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ? എന്തിനാ പറഞ്ഞേ? സിദ്ദീഖ് റളിയല്ലാഹു ബഹുമാനിച്ചിട്ട് സ്നേഹിച്ചിട്ട് പറഞ്ഞാൽ അത്ര ബഹുമാന സ്നേഹം എനിക്കില്ലാത്തോട്ട് ഞങ്ങൾ പറയാതിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖലീഫയായ ഒന്നാം ഖലീഫയായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് എല്ലാവരും റളിയല്ലാഹു അൻഹു, ലോക മുസ്ലിമീങ്ങൾ മുഴുവൻ പറയാണ്. മൗലിദിനെ എതിർക്കുന്നവരും മൗലിദിനെ അനുഭവിക്കുന്നവരും ഒക്കെ പറയുന്നുണ്ട് റളിയല്ലാഹു അൻഹു. നിങ്ങൾ ചോദിച്ചു നോക്ക്, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞോ എന്റെ പേരൊക്കെ നിങ്ങൾക്ക് റളിയല്ലാഹു അൻഹു പറയണോ? ഇല്ലല്ലോ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അങ്ങനെ പറഞ്ഞിട്ടില്ല. എന്നാ പിന്നെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞോ സിദ്ദീഖ് അക്ബറിന്റെ പേര് റളിയല്ലാഹു അൻഹു? ഇല്ല. ഉമർ ഇബ്നുൽ ഖത്താബ് അങ്ങനെ റളിയല്ലാഹു അൻഹുവിന്റെ പേര് വെക്കുമ്പോ റളിയല്ലാഹു അൻഹു പറയണം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞോ? ഇല്ല. എന്നാ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞോ എന്റെ സഹാബത്തിന്റെ പേര് വെക്കുമ്പോഴൊക്കെ റളിയല്ലാഹു അൻഹു പറയണം എന്ന് ഖുർആനിലുണ്ടോ ഹദീസിലുണ്ടോ? ഒറ്റ ഹദീസിലില്ല, ഒരു ഖുർആനിലുമില്ല. റളിയല്ലാഹു അൻഹു എന്ന് പറയണമെന്ന് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത്? എന്നാ പിന്നെ നബി തങ്ങൾ അങ്ങനെ പറഞ്ഞ് കാണിച്ചു തന്നിട്ടുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ റളിയല്ലാഹു അൻഹു വിളിക്കും, അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇങ്ങോട്ട് വാ, ഉമർ റളിയല്ലാഹു അൻഹു അങ്ങോട്ട് പോയിക്കോ, ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഇവിടെ ഇരിക്കും, ഇങ്ങനെ പറഞ്ഞ വല്ല ഹദീസുണ്ടോ? ഒറ്റ ഹദീസിലില്ല. എന്നാ പിന്നെ പറയണ്ടാന്നാ? അപ്പൊ ബഹുമാനാദരവ് പ്രകടിപ്പിക്കലും സ്നേഹം പ്രകടിപ്പിക്കലും അത് കൽപ്പിച്ചിട്ട് ചെയ്യേണ്ട സംഗതിയാണോ? കാണിച്ചിട്ട് ചെയ്യേണ്ട സംഗതിയാണോ? അത് അനുയായികൾ കൊടുക്കുന്ന ആദരവല്ലേ? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാൾ ആദരിക്കപ്പെടേണ്ട വല്ല സൃഷ്ടിയുമുണ്ടോ? അതിനേക്കാൾ കൂടുതൽ സ്നേഹിക്കപ്പെടേണ്ട വല്ല സൃഷ്ടിയുമുണ്ടോ? അതുകൊണ്ടല്ലേ എത്ര ആള് ചൊവ്വാഴ്ച ജനിച്ചിട്ടുണ്ട് ഇവിടെ, എത്ര ആള് വ്യാഴാഴ്ച ജനിച്ചിട്ടുണ്ട്, എത്ര ആള് ശനിയാഴ്ച ജനിച്ചിട്ടുണ്ട്. നിങ്ങളോടത്ത് പലരും ജനിച്ച ദിവസമല്ലേ? ഇല്ലേ? ഉണ്ടല്ലോ. തിങ്കളാഴ്ച തന്നെ എത്ര ആൾ ജനിച്ചിട്ടുണ്ട്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? ഒറ്റ വിഷയം, ഫീഹി വുലിദ്തു, തിങ്കളാഴ്ച ബഹുമാനുണ്ട്, അത് എന്റെ ജന്മദിനമാണ്, എന്റെ ജന്മദിനമാണ്. കാരണം ഞാൻ നിങ്ങളെ പോലെയല്ല. എന്റെ ജന്മദിനത്തിന് പ്രത്യേകതയുണ്ട്, വേറെ ആളെ ജന്മദിനത്തിനോട് പ്രത്യേകതയും അങ്ങനെ കൽപ്പിക്കാറില്ല. മഹാനായ ആദം നബി അലൈഹി ഇസ്ലാമിനെ പടക്കപ്പെട്ട ദിവസം അത് എല്ലാവരുടെയും പാപ്പയാണല്ലോ. ഫീഹി ഖുൽഖ ആദം, വെള്ളിയാഴ്ച ആദം നബിയെ പടക്കപ്പെട്ട ദിവസമാണ് വെള്ളിയാഴ്ചക്ക് പ്രത്യേകതയുണ്ട്.